ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അതായത് ചന്ദ്രയുടെ കഥയാണ്. ചന്ദ്ര എന്ന് പറയുന്നത് നമ്മുടെ കല്യാണി പ്രിയദർശൻ ചെയ്യുന്ന കഥാപാത്രം. ഷീസ് എ വാമ്പയർ അല്ലെങ്കിൽ ഷീസ് എ വുമൻ സൂപ്പർ ഹീറോ. രണ്ടുമാണ്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ പഴമക്കാർ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് തന്നെയാണ്. കണ്ടവർ അറിയാം, കാണാത്തവർ ഞാൻ പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിരിക്കും. അപ്പം എന്തായാലും ഭയങ്കര ഒരു സെറ്റിങ്സ് സൂപ്പറാണ് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. ചന്ദ്രയുടെ ബാക്ക് സ്റ്റോറി, അതിലേക്ക് ചന്ദ്ര എന്തായിരുന്നു, വാട്ട് ഷീ ഡൂയിങ് നൗ, എന്താണ് അവരിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊന്നും നമുക്കങ്ങനെ പറയുന്നില്ല. അടുത്ത ഒരു യൂണിവേഴ്സ്, അതായത് യൂണിവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മൂവി ഈ ഫ്രാഞ്ചൈസിയിൽ അടുത്ത പടത്തിലായിരിക്കും ഇതിലുള്ള പരിപാടികൾ. ഇതിൻ്റെ ഒരു കുറേ ക്യാമിയോസ് വരുന്നുണ്ട്. ക്യാമിയോസ് ആരാന്നൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പം തന്നെ പറഞ്ഞ് പൊളിക്കുന്നില്ല, ഞാനായിട്ട് പറയുന്നില്ല. അതൊരു ഭയങ്കര ഒരു നന്നായിട്ട് നല്ലൊരു സെറ്റിങ്സ്, നല്ലൊരു കഥ പറയുന്നൊരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന ലോക. കല്യാണി പ്രിയദർശൻ ചെയ്യുന്ന കഥാപാത്രം നസ്ലിൻ, അതുപോലെ തന്നെ ചന്ദ്രു, സലീം കുമാർ, അരുൺ കുര്യൻ, ഇവരുടെ താമസിക്കുന്ന ഒരു ബാംഗ്ലൂരാണ് തോന്നുന്നു. അവിടെ എത്തുന്നു, അവിടെ നിന്നും കണ്ടുമുട്ടുന്നു, സുഹൃത്തുക്കളാവുന്നു. പിന്നെ ഉണ്ടാകുന്ന കുറച്ച് ഒരു കുറച്ച് ഗോറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പം ഇതിനൊക്കെ വളരെ നന്നായിട്ട് കോർത്തിണക്കാനായിട്ട് നമ്മുടെ സംവിധായകനായിട്ടുള്ള ഡൊമിനിക് അരുണിന് സാധിച്ചിട്ടുണ്ട്. ഇവരുടെ ആദ്യത്തെ സിനിമ തരംഗമായിരുന്നു. അതൊരു ഭയങ്കര ഒരു രസകരമായിട്ടുള്ള സിനിമയാണ് തരംഗം. അതിൽ നിന്ന് ഭയങ്കര വിഭിന്നമായി ഒരു സൂപ്പർ ഹീറോ പടം ചെയ്തിട്ടുള്ള ഡൊമിനിക് അരുണിൻ്റെ എക്സ്പീരിയൻസ്. കഴിഞ്ഞ ഓണത്തിന് അജയന് 2 വർഷമാണെങ്കിൽ ഈ ഓണത്തിന് ആൾക്കാർക്ക് ഇത്തരത്തിലുള്ളൊരു സൂപ്പർ ഹീറോ പോലത്തെ പടം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലോക നമ്മുടെ മുന്നിലുണ്ട്. ഇനിയും പുതിയ, അതായത് അടുത്ത ഭാഗത്തേക്കുള്ള ഒരു എൻ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് മനസ്സിലാവുന്ന സെക്കൻഡ് പാർട്ടിൽ കുറച്ചധികം വേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുൻനിര നായകന്മാരൊക്കെ തന്നെ ആയിരിക്കും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇതിൽ വേറൊരു അടിപൊളി ക്യാമിയോ വരുന്നുണ്ട്. അത് ഒരു അടിപൊളി ഇതായിരിക്കും എന്തായാലും. അപ്പം എന്തായാലും സിനിമ ഒരു ഗംഭീരമായിട്ടുള്ള വിഷ്വൽ സ്പെക്ടക്കിൾ ബൈ നിമിഷ് രവി. ഡയറക്ടർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്, പാട്ടുകൾ നന്നായിട്ടുണ്ട്, CG വർക്ക്സ് ചെയ്ത ലിറ്റിൽ ഹിപ്പോ സ്റ്റുഡിയോസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടികൾ. അപ്പം എന്തായാലും ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഫ്ലാറ്റ് സ്ക്രീനാണ്, ബട്ട് സ്റ്റിൽ സിനിമ കാണുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് തോന്നില്ല. ഈവൻ ദെൻ ഇഫ് യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ എപ്പിക് ഓർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫോർമാറ്റിലുള്ള PXL അതിലൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. PVR ഫോറമുകളുണ്ട്, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ